ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ അല്ലു. നിങ്ങൾ കാണുന്ന എൻ്റെ ചാനലിൻ്റെ പേര് അല്ലു ദ നേച്ചർ വ്ളോഗ്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് മൂന്നാറിലെ ഗ്യാപ്പ് റോഡിലേക്കാണ്. ഗ്യാപ്പ് റോഡിലേക്കുള്ള യാത്രയിൽ നൈറ്റ് ആനക്കുളത്താണ് ഞങ്ങൾ സ്റ്റേ ചെയ്തിരുന്നത്. ആനക്കുളത്ത് നിന്ന് ലക്ഷ്മി എസ്റ്റേറ്റ് വഴി മൂന്നാറെത്തി അവിടെ നിന്ന് ഗ്യാപ്പ് റോഡ് പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു മനോഹരമായൊരു സൺറൈസ് കണ്ടു. ആ സൺറൈസിൻ്റെ ആ കാഴ്ചയിലൂടെയൊക്കെ ഞങ്ങളിവിടെ നിന്ന് പോയി കേട്ടോ. അപ്പം കുറച്ച് വ്യൂസൊക്കെ ഇവിടെ നിന്ന് എടുത്തിട്ട് അങ്ങോട്ട് പോകാമെന്ന് കരുതി. ലക്ഷ്മി എസ്റ്റേറ്റിലുള്ള യാത്ര ഇച്ചിരി അപകടം പിടിച്ചതായിരുന്നു. കാരണം നല്ല ഇരുട്ടായിരുന്നു. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഒരു ചേട്ടൻ പറഞ്ഞു ആനയൊക്കെ ഉണ്ടാവും, സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ നമുക്ക് ഇങ്ങോട്ട് വരേണ്ട കാര്യമുണ്ടല്ലോ, കുറച്ച് റിസ്ക് എടുത്താണെങ്കിലും ആ റൂട്ട് പോകാമെന്ന് കരുതി. ആനയെ കണ്ടാലും ഷൂട്ട് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് പോയത്. സംഭവം റിസ്ക് ആണെങ്കിൽ കൂടിയും അടിപൊളിയായിരുന്നു. 13 ഡിഗ്രിയാണ് ഇവിടെ ടെമ്പറേച്ചർ കാണിക്കുന്നുണ്ടോ. 13 ഡിഗ്രിയൊക്കെ ആലപ്പുഴയിലൊക്കെ ജീവിക്കുന്ന എന്നെപ്പോലുള്ളവർക്കൊരു മൈനസ് പോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഭയങ്കര തണുപ്പാണ്. നമ്മളാകെ ജാക്കറ്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. പക്ഷേ അസഹനീയമായ തണുപ്പാണ് കേട്ടോ ഇവിടെ ഫീൽ ചെയ്യുന്നത്. പക്ഷെ എന്നാലും അതിനൊരു വേറൊരു വൈബാണ് അനുഭവപ്പെടുന്നത്. കിഡിലൻ പ്ലേസാണ്, കിഡിലൻ പ്ലേസ്, ഒന്നും പറയാനില്ല. മൂന്നാറിലേക്കൊരു 8 കിലോമീറ്ററും കൂടെ ഉണ്ട്. അവിടെ ചെന്നിട്ട് കൂടുതൽ വിശേഷങ്ങളായിട്ട് വരാം കേട്ടോ. എന്റെ പൊന്നേടാ, ക്യാമറ ഓൺ ചെയ്യണോടാ. അല്ലല്ല, നീ കുറച്ച് പോട്ട്. അറിയാ ഇവിടെ നിർത്തിക്കോ, വണ്ടി നിർത്തിക്കോ. നമുക്ക് വീഡിയോ എടുക്കണമല്ലോ. ഗ്യാപ്പോടൊക്കെ പിന്നീട്. എന്റെ പൊന്നളിയാ ഇവിടെ നിർത്ത നീ. അയ്യോ, വാ പെടുന്നോ. ഓസോരൊക്കെ വേണം കൊടുത്തോ. നിങ്ങൾക്ക് വിഷ്വൽ കണ്ടിട്ട് എന്താ എന്നോട് പറയാൻ തോന്നുന്നത്? എൻ്റെ പൊന്നോ, ഇതൊക്കെയാണ് ലൈഫിലെ ഒരു എന്താ പറയുക ലക്ക് എന്നൊക്കെ പറയുന്നത്. ഒരിക്കലും നമ്മൾ വിചാരിച്ചല്ല അപ്പോൾ ഈ റൂട്ടിൽ ഇങ്ങനത്തെയൊക്കെ ഒരു വ്യൂ ഒക്കെ കിട്ടുമെന്ന്. എൻ്റെ പൊന്നെ, ഈ ഫ്രെയിമിൻ്റെയൊക്കെ വാല്യൂ എൻ്റെ പൊന്നെ. നമ്മൾ ലക്ഷ്മി എസ്റ്റേറ്റ് വഴി വരണ്ടെന്ന് വിചാരിച്ചു കേട്ടോ. ആന ശല്യമൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ആ ലോക്കൽസായ ചേട്ടനാണ് നമ്മളോട് പറഞ്ഞത് റിസ്ക്കിയാണ്, ഇതുവഴി പോകണ്ട, ആനകളുണ്ടാവും. പക്ഷെ എന്തോ ആ റിസ്ക് എടുക്കാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. പക്ഷെ ആ റിസ്കിനൊക്കെ ഒരു ഫലം ഉണ്ടായതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. തണുത്തിട്ട് സംസാരിക്കാൻ വയ്യ കേട്ടോ, ഭയങ്കര തണുപ്പാണ്. ഇപ്പോൾ 11 ഡിഗ്രിയാണ് കാണിക്കുന്നത്. പക്ഷേ എന്തൊക്കെയാണ് നമ്മളിപ്പോൾ ഉള്ളവർക്കൊന്നും താങ്ങാൻ പറ്റാത്തൊരു തണുപ്പായത്. പക്ഷേ വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ, അസാധ്യ വ്യൂ. കണ്ടാൽ വെയിലൊക്കെ ഉണ്ട്, സൺലൈറ്റൊക്കെ ഉണ്ട്, പക്ഷെ തണുപ്പിന് രക്ഷയില്ല. കണ്ടോ ഗൈസ്, ഇത് കണ്ടോ ഗൈസ്, ഈ ചെടിയിലൊക്കെ മഞ്ഞ് പിടിച്ചിരിക്കുന്നുണ്ടോ? കണ്ടോ, മൂന്നാറിലെ
തണുത്തുറഞ്ഞ മഞ്ഞിൽ നിൽക്കുന്ന ഒരു ചെടിയെ കണ്ടോ? അമ്പോ, എന്നാ ഒരു വ്യൂവാന്നറിയോ? तुम छुपा ना सकोगी मैं हो राज़ हूँ, तुम बुला ना सकोगी वो अंदाज़ हूँ, गूंजता हूँ जो दिल में तो है राह क्यों, मैं तुम्हारे को दूँ की तो आवाज़ हूँ, तो सुन धड़कनों ലക്ഷ്മി എസ്റ്റേറ്റ് വഴി പോയിട്ടെ ഈ ഗവൺമെൻറ് യു പി സ്കൂള് കാണിക്കാതെ പോകുന്ന മോശമല്ലേ? നോക്കിയേ എന്നാ ഒരു അടിപൊളി സ്കൂളാണ്. ആ സ്കൂളൊക്കെ നിൽക്കുന്ന സ്ഥലത്തെ ആ ആംബിയൻസ് ഉണ്ടോ? കണ്ടോ? ഇത്ര മനോഹരമായൊരു സ്ഥലത്ത് ഒരു കിഡിലൻ സ്കൂള്. ഓക്കെ, ഗവൺമെൻറ് യു പി സ്കൂൾ ലക്ഷ്മി മൂന്നാർ കയറ്റി കൂട്ടിയിട്ടിരിക്കുക. എന്നാലിൻ്റെ അകത്തൂടെ സ്കൂളൊന്ന് ഞാൻ കാണിക്കാം. കാണാൻ പറ്റുന്നുണ്ടോ? ഈ സ്ഥലത്തെ ഇപ്പോഴത്തെ വൈബാണ് ഒന്നും പറയാനില്ലാത്തത്. എൻ്റെ അമ്മോ, മൂന്നാറിലേക്ക് ഈ ടൈമിൽ വന്നെങ്കിലേ ഇങ്ങനെയുള്ളൊരു കാഴ്ചകളൊന്നും ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതേ അല്ല. കണ്ടോ ഇതേ ഹിമാചലിലോ മണാലിയൊന്നും ഇല്ല കേട്ടോ, നമ്മുടെ സ്വന്തം മൂന്നാറാണ്. തണുത്തുറഞ്ഞ മൂന്നാർ. എന്നാ നൈസ് വ്യൂ ആണെന്നറിയോ? DSLR ക്യാമറ ഒക്കെ ഉണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ കിഡിലനായിട്ട് ഈ വിഷ്വലൊക്കെ എടുക്കാൻ പറ്റില്ല. എന്നാൽ നമ്മൾ ഉള്ളതുകൊണ്ട് അറേഞ്ച് എടുക്കും കേട്ടോ. ഭയങ്കര തണുപ്പാ. മൊബൈലൊക്കെ പിടിച്ചിട്ടേ എൻ്റെ കൈ മരവിച്ചിങ്ങനെ ഇരിക്കുക. ചെറിയ അരുവികൾ കടന്നിട്ട് ഞാൻ ആ കുന്നും ചെരുവിലേക്കൊന്ന് കയറിപ്പോട്ടോ. എന്ത് വ്യൂ ആയാലും. അടിപൊളി അല്ലേ? അടിപൊളി. എൻ്റെ പൊന്നെ, വെയിലുണ്ട് കേട്ടോ, പക്ഷെ അതിന് ചൂട് ഒട്ടുമില്ല. ഈ വെയിലടിക്കുമ്പോഴത്തേക്കും തണുപ്പ് കൂടുന്ന പോലെയാണ് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ വിചാരിക്കും എന്താ ഇത് തന്നെ ചുമ്മാ കാണിക്കുന്നതെന്ന്. പക്ഷെ നിങ്ങൾ ഇവിടെ വന്ന് നിന്ന് ഈ ഒരു വിഷ്വല്, ഈ ഒരു അറ്റ്മോസ്ഫിയർ, ഈ ഒരു ആംബിയൻസ് നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം. അപ്പോഴത്തേക്ക് അറിയാൻ പറ്റും ഞാൻ എന്താ ഇങ്ങനെ ഈ വീഡിയോ തന്നെ ചുമ്മാ കാണിക്കുന്നതെന്ന്. അത്രക്കും എന്താ പറയുക, ഒരു സൂപ്പർബ് വ്യൂ ആട്ടോ അത്. അടിപൊളിയല്ലേ? ഓക്കെ, കണ്ടോ ഇത്ര അടിപൊളിയല്ലേ? ഇവിടെയൊക്കെ മഞ്ഞാണ്. ഇവിടെ മൊത്തം മഞ്ഞാണ്. എൻജോയ് ചെയ്യ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ ഡിസംബർ മാസത്തിൽ നിങ്ങൾ മൂന്നാർ മസ്റ്റായിട്ട് സന്ദർശിക്കണം. മറ്റു മാസങ്ങൾ പോലെയല്ല മൂന്നാർ ഡിസംബറിൽ.
അപ്പോൾ ഒരുപാട് യാത്ര ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇവിടുത്തെ വ്യൂ ഞാനിവിടെ അവസാനിപ്പിക്കാം കേട്ടോ. തിരിച്ചു നടക്കണേ.